നമസ്കാരം. മോർണിംഗ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ട്വിസ്റ്റും സസ്പെൻസും നിറഞ്ഞു നിന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഇതുവരെ 13.63% പോളിംഗ്. മണ്ഡലത്തിലെ 184 ബൂത്തുകളിലും പോളിംഗ് പുരോഗമിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ 288 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ജാർഖണ്ഡിൽ രണ്ടാം ഘട്ടമായി 38 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഇന്നാണ് വോട്ടെടുപ്പ്. വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 6:30യോടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരും. മുൻ മന്ത്രിയും MLAയുമായ ആന്റണി രാജു ഉൾപ്പെട്ട തൊണ്ടിമുതൽ കേസുമായി ബന്ധപ്പെട്ട ഹർജിയിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും. ജസ്റ്റിസ് CT രവികുമാർ അധ്യക്ഷനായ ബെഞ്ചാണ് കേസിൽ വിധി പറയുന്നത്. കേസിൽ വാദം കേൾക്കുന്നതിനിടെ നേരത്തെ കോടതി സത്യം കണ്ടെത്താൻ ഏതറ്റം വരെയും പോകുമെന്ന് വ്യക്തമാക്കിയിരുന്നു. കൊച്ചി കളമശ്ശേരിയിൽ വീട്ടമ്മ കൊല്ലപ്പെട്ട കേസിൽ പ്രതിക്കായി തെരച്ചിൽ തുടർന്ന് പോലീസ്. റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജെയ്സി എബ്രഹാമിന്റെ മരണത്തിൽ പ്രദേശത്തെ CCTV കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം. തിരുവനന്തപുരം മുണ്ടേല രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘം പ്രസിഡന്റ് മുണ്ടേല മോഹനനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇന്ന് രാവിലെ കാട്ടാക്കട അമ്പൂരി തേക്കുപാറയിലെ സ്വന്തം റിസോർട്ടിന് പുറകിലാണ് മോഹനനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നിയന്ത്രണ രേഖയിൽ നിന്നുള്ള സൈനിക പിന്മാറ്റത്തിന് ശേഷം ഉഭയകക്ഷി ബന്ധം സാധാരണ നിലയിലാക്കുന്നതിനുള്ള നടപടികളെക്കുറിച്ച് ഇന്ത്യയും ചൈനയും ചർച്ച നടത്തി. അതിർത്തി പ്രശ്നത്തിൽ പ്രത്യേക പ്രതിനിധികളുടെയും മുതിർന്ന നയതന്ത്രജ്ഞരുടെയും യോഗങ്ങൾ ഉടൻ വിളിക്കാനാണ് ഇരു രാജ്യങ്ങളുടെയും തീരുമാനം. മണിപ്പൂർ മുഖ്യമന്ത്രി ബീരൻ സിംഗിന്റെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന 19 BJP MLAമാർ. കലാപം രൂക്ഷമായിരിക്കുന്ന സംസ്ഥാനത്തെ നിലവിലെ സ്ഥിതി വിലയിരുത്തുന്നതിനും അക്രമകാരികൾക്കെതിരെ നടപടിയെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനും വിളിച്ച യോഗമാണ് 37 BJP MLAമാരിൽ 19 പേരും ബഹിഷ്കരിച്ചത്. ഇതോടെ സംസ്ഥാനത്തെ BJPയിലെ ഭിന്നത രൂക്ഷമായിരിക്കുകയാണ്. മണിപ്പൂരിൽ കൂങ്കി സായുധ ഗ്രൂപ്പുകൾക്കെതിരെ മെയ്തേയ് പൗരസംഘടനകൾ നിലപാട് കടുപ്പിച്ചു. കൂങ്കി സായുധ ഗ്രൂപ്പുകളെ അടിച്ചമർത്തിയാൽ മതിയെന്ന മണിപ്പൂർ മുഖ്യമന്ത്രി ബീരൻ സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന NDA MLAമാരുടെ യോഗത്തിലെ നിർദ്ദേശത്തെ ഇവർ എതിർത്തു. ആണവായുധം പ്രയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട നയത്തിൽ മാറ്റം വരുത്തുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അറിയിച്ചതിന് പിന്നാലെ യൂറോപ്പിൽ ആശങ്ക. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് റഷ്യ പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ പുതിയ യുദ്ധമുഖം തുറക്കാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് കൂടി നൽകിയതോടെയാണ് യൂറോപ്പ് കനത്ത ജാഗ്രത പുലർത്തുന്നത്. ഹമാസ് വീണ്ടും ഗാസ ഭരിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിൽ സന്ദർശനം നടത്തിയതിനു ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വെടിനിർത്തൽ കരാർ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളെ ഒരിക്കൽ കൂടി നെതന്യാഹു നിരാകരിച്ചു. ഇസ്രായേൽ ആക്രമണം മൂലം തകർന്നു തരിപ്പണമായ ഗാസയ്ക്ക് കൂടുതൽ സഹായം എത്തിച്ചു കൊടുക്കുന്നതുൾപ്പെടെ കാര്യങ്ങളിൽ ആഗോള ഐക്യനീക്കത്തിനായി ആഹ്വാനം ചെയ്ത് G20 ഉച്ചകോടിക്ക് സമാപനം. പട്ടിണിക്കെതിരെ ഒറ്റക്കെട്ടായുള്ള പോരാട്ടം, കാലാവസ്ഥാ ഫണ്ടിംഗ് വർധന, ശതകോടീശ്വരന്മാർക്കുള്ള ആഗോള നികുതി, UN രക്ഷാസമിതിയുടെ വിപുലീകരണം എന്നിങ്ങനെ ലക്ഷ്യങ്ങളും ചൂണ്ടിക്കാട്ടി സംയുക്ത പ്രസ്താവന പുറത്തിറക്കി. ഇതോടെ മോർണിംഗ് ബുള്ളറ്റിൻ പൂർണ്ണമാവും. നന്ദി. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.